അപ്പൊ പാലക്കാട് പോയതിന്റെ അടുത്ത പാർട്ടാണ് ഇത്. നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി. വിഷ്ണു ക്ഷേത്രാന്ന്. അങ്ങനെ അവിടെ കയറി. അവിടുന്ന് വേഗം നടയടക്കുന്ന സമയമായതുകൊണ്ട് വേഗം തന്നെ തൊഴുതിറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ പോയതില്ലേ പാലക്കാട് കോട്ടയിലാണ്. അതിന്റെ മുന്നിലൂടെ ഒരു തോടാണോ അരുവിയാണോ എന്താ അത് എന്നാ ഒഴുകുന്ന, അതിൽ നിറയെ മീനും ഉണ്ട്, ആമയും ഉണ്ട്. പിന്നെയാണെങ്കിൽ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. ഇപ്പൊ ഈ കോട്ടയന്റെ ഉള്ളിലില്ലേ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ തൊഴുത് പ്രസാദെല്ലാം വാങ്ങിച്ച് നേരെ കോട്ടക്കുള്ളിലേക്ക് കടന്ന്. കാണാനായിട്ട് മാത്രം അങ്ങനെ കുറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയെല്ലാം കണ്ടതുകൊണ്ടായിരിക്കാം. അപ്പം കുറെ സംഭവങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ കയറി നമ്മൾ അത് അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ അതെല്ലാം കണ്ടിറങ്ങി അവിടുന്ന് നേരെ നമ്മൾ പോയത് പിന്നെ എവിടെയാണ്, മലമ്പുഴ ഡാം. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. കാരണം അവിടെ പൂന്തോട്ടത്തിന്റെ പണിയെല്ലാം നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ വെറുതെ അതുവഴി ഒന്ന് വണ്ടിയിൽ അങ്ങോട്ട് പോയി തിരിച്ച് വേഗം തന്നെ ഇങ്ങോട്ടേക്കും വന്ന്. പിന്നെ എന്താ പറയാ, വെയിൽ കാരണം ഒരു രക്ഷയില്ല. പിന്നെ വീഡിയോ എടുക്കാനും ഒന്നും തോന്നുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയായപ്പോ പിന്നെ ഇവിടെ എത്തി. വൈകുന്നേരം അങ്ങനെ അപ്പൊ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ ഇതാ രഥമൊക്കെ കണ്ട് അവിടെ കുറച്ച് സമയം നിന്ന് പിന്നെ വൈകുന്നേരം ആവാനായി. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരമ്പലവും കൂടി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രത്തിന്റെ മുന്നിൽ ആണ് ഉള്ളത്. അവിടെ എത്തുമ്പോൾ വെയിലിനെല്ലാം കുറച്ച് ശമനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു അമ്പലത്തിൽ ഇതാ രണ്ടു മൂർത്തി ഭഗവതി ക്ഷേത്രം, അങ്ങനെ അവിടെയും പോയി. പിന്നെ അപ്പൊ ഇതാ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞ. അപ്പൊ ബൈ ബൈ.